സമയം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം വേദപുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്, പഴയ നിയമം, പുതിയ നിയമവും. പഴയ നിയമം ഒരു നിഴലും പുതിയ നിയമം അതിന്റെ പൊരുളുമാണെന്ന് നമുക്കറിയാം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുതിയ നിയമം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മർമ്മമായി അത് പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അപ്പോസ്തലന്മാരിലൂടെയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ പുതിയ നിയമം വെളിയിൽ വന്നപ്പോൾ അത് ഓൾറെഡി പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു യേശുക്രിസ്തുവിലൂടെയുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അത് മറഞ്ഞിരുന്നത് യേശുക്രിസ്തുവിലൂടെ, അവന്റെ അപ്പോസ്തലന്മാരിലൂടെ, പുതിയ നിയമത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശം, പ്ലാൻ, സർവ്വ സൃഷ്ടിക്ക് മുൻപേ ദൈവം വെച്ചിരുന്ന ആ പദ്ധതി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ഒരു മൂടുപടം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് 2 കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ആ മൂടുപടം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് ഗ്രഹിക്കാൻ കഴിയില്ല, കാരണം നിഴലുകളാണ്. എന്നാൽ ഇസ്രായേലിന്റെ ആ പശ്ചാത്തലത്തിൽ അന്ന് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ഭൗതികമായ സാഹചര്യങ്ങളിൽ അവർക്ക് ജീവിക്കാനുള്ള അനുദിന കൽപ്പനകളെല്ലാം ആ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറഞ്ഞിരുന്ന ആത്മീകമായ അന്തർധാരയെ മനസ്സിലാക്കുവാൻ അന്നത്തെ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. പ്രവാചകന്മാർ അത് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു എന്ന് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. അതിന്റെ പൊരുൾ അവർ അന്വേഷിച്ചിരുന്നു. അത് ഏത് കാലത്ത് നിറവേറും എന്നവര് ഉത്കണ്ഠയോടെ, ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പഴയ നിയമത്തെക്കുറിച്ച് കൂടുതൽ ആഴമായ ഒരു കാഴ്ച ഉണ്ടാകും. നമ്മൾ പൊരുൾ ഒരിക്കൽ മനസ്സിലാക്കിയ ശേഷം പിന്നെയും അതിന്റെ നിഴലിലേക്ക് നോക്കുമ്പോൾ ആ നിഴലുകൾ ഓരോന്നും ക്രിസ്തു എന്ന പൊരുളിലേക്ക് വന്ന് ഫിറ്റായി മാറുന്നത് നമുക്ക് കാണാം. അപ്പൊ പലപ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. എവിടെ നിന്ന് തുടങ്ങിയാലാണ് കൃത്യമായിട്ടുള്ള ഒരു പഠനം സാധ്യമാകുന്നത്? പുതിയ നിയമം സാധാരണ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഉപദേശങ്ങൾ ഒരു മനുഷ്യന് അസാധ്യമായ തലത്തിൽ ആഴമുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുസരിച്ച് പൂർത്തിയാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അത് വായിക്കുമ്പോൾ പലപ്പോഴും ഇത് എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ വേദനയിലേക്കാണ് മനുഷ്യന്റെ, ആത്മദാരിദ്ര്യത്തിലേക്കാണ് മനുഷ്യൻ നടക്കുന്നത്. കർത്താവ് അവന്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം നിങ്ങളെ ദരിദ്രന്മാരാക്കി മാറ്റും. നിങ്ങൾ സമ്പത്തുള്ളവരായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളെ ദരിദ്രന്മാരാക്കി മാറ്റും. എന്നിട്ട് മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം ഉപദേശിച്ച് ശിഷ്യന്മാരെയാക്കാനാണ്, ഉളവാക്കാനാണ്. അപ്പൊ കർത്താവ് പഠിപ്പിച്ചതെല്ലാം വളരെ പ്രധാനമാണ്. ഗിരിപ്രഭാഷണം വളരെ പ്രധാനമാണ്. കാരണം ഗിരിപ്രഭാഷണം തീരുമ്പോൾ അവിടെ പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിടുന്ന കാര്യവും, അതുപോലെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കിടക്കുന്നതെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അതിനർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, പിതാവിന്റെ ഇഷ്ടം എന്താണ്, ധർമ്മം എന്താണ്, പാറ, നമ്മൾ അടിസ്ഥാനമിട്ട് പണിയേണ്ട പാറ എന്താണ്, ഇതെല്ലാം വ്യക്തമാക്കി 5, 6, 7 അധ്യായങ്ങളിൽ വ്യക്തമാക്കിയ ശേഷമാണ് കർത്താവ് പറയുന്നത് ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ സുവിശേഷം മാത്രം വായിക്കുന്ന ഒരാൾക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു കാര്യമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒത്തിരി ആളുകളും സുവിശേഷം വായിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആരുണ്ട് ചോദിക്കാറുണ്ട്. മറ്റു മതസ്ഥർക്കെല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, ഇത്രയും വലിയ നീതി അനുസരിക്കുന്ന ഏതെങ്കിലും വിശ്വാസി ഉണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അത്ര ആഴമേറിയ നീതിയുടെ വെളിപ്പാടാണ് സുവിശേഷത്തിലുള്ളത്. അപ്പൊ അത് വായിച്ചത് കൊണ്ട് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം, യേശുക്രിസ്തു അല്ലാതെ ഇതനുസരിച്ച് ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാവും.
നമ്മൾ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അനേകം പഠനങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. ഓരോ വാക്യങ്ങളും തല മുടി നാരിഴ കീറി വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്. പക്ഷെ അതനുസരിച്ച് പൂർത്തിയാക്കിയ ആരെയും നമ്മൾ കാണാറില്ല. അതിന്റെ കാരണം ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന നീതിയുടെ പ്രമാണം വളരെ കട്ടിയുള്ളതും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയും. കണ്ണിടർച്ച വരുത്താത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഇടയിൽ. ഒരുപക്ഷെ അയൽവക്കത്തുള്ള ഒരു നല്ല ഡ്രസ്സ് കണ്ട, ഒരു കാറ് കണ്ട, ഒരു വീട് കണ്ടാൽ അങ്ങോട്ട് നോക്കി മോഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പലരും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കണ്ണിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഈ കണ്ണ് ചൂടിനെടുത്ത് എറിഞ്ഞു കളഞ്ഞാൽ നടക്കില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഓരോരോ കൽപ്പനകൾ നമ്മൾ നോക്കുമ്പോഴേക്കും അതിനകത്തൊരു ഇമ്പോസിബിലിറ്റി, നമ്മളെ ഭയപ്പെടുത്തുന്ന, ആകുല ചിന്ത ഉണ്ടാക്കുന്ന ഒരു ഇമ്പോസിബിലിറ്റി ഉണ്ട്, അസാധ്യമായ കാര്യം. അപ്പൊ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ മുഴുവൻ നമുക്കത് കാണാം. അസ്വാഭാവികവും അസാധ്യവുമായ മനുഷ്യന്റെ പ്രകൃതത്തിന് മുകളിലുള്ള, മനുഷ്യന്റെ പ്രകൃതത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഉപദേശങ്ങൾ യേശുക്രിസ്തു ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു അവസാന ഭാഗത്ത് പറയുന്ന ഒരു വാക്യം ഇതാണ്: നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ ഒരു മോറൽ പ്രസംഗം കൊണ്ട്, നിങ്ങളിങ്ങനെ ആകെ എന്നുള്ളൊരു പഠിപ്പിക്കൽ കൊണ്ട് നമുക്ക് അനുസരിച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു പ്രമാണമാണ് ഈ പുതിയ നിയമത്തിൽ കർത്താവ് തരുന്നത്. അപ്പൊ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ദൈവരാജ്യത്തിൽ പോകാൻ എളുപ്പമല്ല. അത് ആരെ കൊണ്ട് എളുപ്പമല്ലെന്ന് മാത്രമല്ല, അത് ആരെ കൊണ്ട് സാധ്യമല്ല. ഇതനുസരിച്ച് ആരുണ്ട്? അതുകൊണ്ട് ഇന്ത്യയിലെ പല തത്വചിന്തകരും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലാകെ ഒരു ക്രിസ്ത്യാനിയെ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്, അല്ലാതെ വേറെ ആരും ഈ കൽപ്പനകൾ അനുസരിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു 20 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു ശോധനയിലൂടെ കടന്നു പോകുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചു, ചേസ് കൽപ്പന അനുസരിച്ചതാണോ? ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ വിചാരിച്ച സ്നാനത്തെ കുറിച്ചാണ് പുള്ളി ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ സ്നാനത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ കുറെ കൽപ്പനകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം അനുസരിച്ചതായിട്ട് തോന്നുന്നുണ്ടോ ഈ സ്നാനം അല്ലാതെ? അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അനേകം കാര്യങ്ങളും അനുസരിച്ചിട്ടില്ല. മിക്കവാറും ഒന്നും. കണ്ണ് ചൂടുന്നേരത്ത് എറിഞ്ഞു കളഞ്ഞിട്ടില്ല. വീട്ടിൽ അത്താഴവും മുത്താഴവും നടക്കുമ്പോൾ വഴിയിരിക്കുന്ന കുരുടരെയും മുടുന്തരെയും വിളിച്ചിട്ടില്ല. എന്റെ പുതപ്പ് വ്യവഹരിച്ചെടുക്കുന്നതിനോട് ഉടുപ്പും കൂടെ നീ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുപോലെ ഏത് ഭാഗം ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ നോക്കിയാലും, നിങ്ങൾ കർത്താവിന്റെ ഏത് പഠിപ്പിക്കലിൽ നിന്നും, 10-ാം അധ്യായമായാലും എവിടെയായാലും, പുതിയ നിയമത്തിലെ ഏത് ടീച്ചിങ്ങിൽ നിന്നും, അപ്പനെ അടക്കാൻ പോകുന്ന ഒരാളോട് പറയുന്ന, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ നീയോ ഒന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും. വീട്ടിലൊന്ന് അനുവാദം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. അപ്പൊ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക്, പാവങ്ങൾക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, ധനവാനായ ഒരു മനുഷ്യനോട് പറഞ്ഞതാണ്. അതൊക്കെ ഇന്ന് നമ്മളോട് പറഞ്ഞ ഈ ഒരു കൽപ്പനയും നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കത്തില്ല. അപ്പൊ ശരിക്കും സുവിശേഷം വായിക്കുമ്പോൾ, ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെ ജഡം ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അനുസരിക്കാൻ പറ്റാത്തത്ര നമ്മൾ പാപത്തിന്റെ അടിമകളാണെന്നും ആ കൽപ്പനകളെ സ്നേഹിക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുമുള്ള ആ ഒരു പരമാർത്ഥത്തിലേക്കാണ് ശരിക്കും വിശ്വാസിയെ സുവിശേഷം എത്തിക്കുന്നത്. അപ്പൊ സുവിശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യർക്ക് അസാധ്യമായ ഒരു നീതിയെ വെളിപ്പെടുത്തിയത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? നമുക്ക് ഒരു കാര്യം അറിയാം, അനുസരിക്കാത്ത ഒരാളും സ്വർഗത്തിലുണ്ടാവില്ല. കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതനുസരിക്കാനുള്ള ശാരീരികമായ ക്ഷമത, മാനസികമായ ക്ഷമത നമുക്ക്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം, സുവിശേഷം മാത്രം വായിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു വലിയ കൺഫ്യൂഷൻ, ഈ പ്രവൃത്തികൾ ക്രിസ്തുവിനെ പോലെ ആകുക. അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിക്കുവാൻ എന്റെ ജഡത്താൽ അത് അസാധ്യമായതുകൊണ്ട് ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകാനാണ് എന്നുള്ളൊരു ഭയമാണ് ഉണ്ടാകുന്നത്. അത് കർത്താവ് മനഃപൂർവ്വം
നമ്മളെ ബ്രേക്ക് ചെയ്യുവാനും കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാനും രക്ഷയ്ക്കായി നിലവിളിക്കുവാനും വേണ്ടിയാണ് കർത്താവ് ആ സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നത്. അപ്പൊ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ നീതിയാണ്, റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അതിനു മുൻപുള്ള എല്ലാ വെളിപ്പാടുകളിലും മനുഷ്യർക്ക് സാധിക്കുന്ന ഒരു നീതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കർത്താവിന്റെ പഠിപ്പിക്കൽ വരുമ്പോഴേക്കും മനുഷ്യർക്ക് അസാധ്യമായ, അവന്റെ പ്രാണന് ഭയപ്പെടുത്തുന്ന, അവന്റെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തി കളയേണ്ടി വരാവുന്ന തരത്തിലുള്ള അനുസരണമാണ് സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമ്മൾ. അപ്പോൾ ദൈവത്തിന്റെ നീതി മനുഷ്യരുടെ ചിന്തകളെക്കാളൊക്കെ ഉയരത്തിലാണ്. നീതിമാന്മാരെന്ന് വിചാരിച്ചിരുന്ന പലരും നീതിമാന്മാരല്ലെന്നും ദൈവം വിധിക്കുന്നത് മനുഷ്യർ വിധിക്കുന്നത് പോലെ അല്ല എന്നും ഒക്കെ നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇത് അനുസരിക്കണമെങ്കിൽ ഞാൻ പോയി എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരണം. കട്ടിയുള്ള കൽപ്പനകളെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, എൻ്റെ ചുമട് ലഘുവും എൻ്റെ മുഖം മൃദുവുമാണ്. അപ്പോൾ വളരെ കട്ടിയുള്ള കാര്യമാണ് കർത്താവ് പറയുന്നത്. അതൊരു മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യമാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷമാണല്ലോ അവസാനത്തെ ഭാഗം, അവിടെ പറഞ്ഞിരിക്കുന്നത് 5-ാം വാക്യം ഇങ്ങനെയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ കൽപ്പനകളുടെ ആ ഡിമാൻഡ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഡിമാൻഡ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അനുസരിച്ചും അവന്റെ ജഡത്തിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോഴേക്കും ആ നീതിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. 12-ാം വാക്യം ഇങ്ങനെ പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലവ് എന്ന് പറയുന്നത് ക്രിസ്തു എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ളവനെ സ്നേഹിക്കാമെന്നാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെ കർത്താവേ നീ എന്നെ സ്നേഹിച്ചത്? 13-ാം വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോ സഹോദരന് വേണ്ടി, ശത്രുവിന് വേണ്ടി, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ് കർത്താവ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഓൺലി വൺ കമാൻഡ്മെന്റ്, പുതിയ നിയമം, ഒറ്റ കൽപ്പന, ഇതാകുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്ന കൽപ്പന എന്നാകുന്നു എൻ്റെ കൽപ്പന. വൺ സിംഗിൾ കമാൻഡ്മെന്റ് ദാറ്റ് സ്കെയർസ് എവരിവൺ. ഈ പുതിയ നിയമത്തിലെ കൽപ്പനകൾക്ക് വേറൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡൈമെൻഷൻ ഉണ്ട്. അതിൽ കട്ടിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് ഒരു കൽപ്പനയുമില്ല. എല്ലാം സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ. ധനവാനായ മനുഷ്യനോട് പറയാണ്, നീ നിന്റെ സകലതും വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് തന്നെ. വളരെ സിമ്പിൾ മനസ്സിലാക്കാം. അതിനകത്ത് ഒരു PhD ഒന്നും എടുക്കേണ്ട കാര്യമില്ല. വെരി സിമ്പിൾ. ഓരോ കൽപ്പനകളും വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നമുക്ക് അനുസരിച്ചേ പറ്റൂ. ഇങ്ങ് വട എന്ന് പറയുന്ന കൽപ്പന നമ്മൾ അനുസരിച്ചേ പറ്റൂ. നമുക്കത് മനസ്സിലാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു തത്വചിന്തയൊക്കെ ചേർത്ത് തരം കഥയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് അതിന്റെ അർത്ഥം ചോദിച്ചുകൊണ്ട് കുറെ നേരം അങ്ങോട്ട് ചെല്ലാതിരിക്കാം. പക്ഷെ കൽപ്പനകൾ സിമ്പിൾ ആകും തോറും അനുസരണം നിർബന്ധമായി വരും. അപ്പൊ പുതിയ നിയമം വളരെ സിമ്പിൾ ആയിട്ടാണ് കർത്താവിന്റെ നീതിയുടെ ഡിമാൻഡുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ ക്ലൈമാക്സ് ആണ് യോഹന്നാൻ 15-ന്റെ 12-13 വാക്യങ്ങൾ. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ, അതേ സ്നേഹം തന്നെ, അതേ അഗപ്പെ തന്നെ ഞാൻ എൻ്റെ സഹോദരന്, സ്നേഹിതന് കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാൻ വളരെ നാളുകള് ഈ കർത്താവിന്റെ കൽപ്പനകളാൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വേദനയോട് ആലോചിച്ചിട്ടുണ്ട്, കർത്താവ് ഒന്നും അനുസരിക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ എന്തായി. മനുഷ്യരുടെ നീതി നോക്കുമ്പോൾ നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല.
പക്ഷെ ദൈവത്തിന്റെ നിലവാരം നോക്കുമ്പോൾ, സ്വർഗത്തെ നോക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ ഒരു നിലവാരവും ഇല്ലാത്തവരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സിമ്പിൾ കമാൻഡ്മെന്റ്സ് അനുസരിക്കാൻ പറ്റാത്ത ആളുകളാണ്. അവരോട് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോയാൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ കാര്യസ്ഥനെ അയക്കാം. അപ്പൊ കർത്താവിന്റെ സുവിശേഷത്തിന് ശേഷം, സുവിശേഷങ്ങളുടെ കാര്യം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് എങ്ങനെ ബൈബിൾ വായിക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലേക്ക് നമ്മൾ വരികയാണ്. സുവിശേഷത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ മുതലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ച ഉന്നതമായ നീതി, ആ ജീവിത ശൈലി, ആ വിശുദ്ധീകരണം എങ്ങനെ എനിക്ക് അനുഭവിക്കാം, അതെങ്ങനെ എനിക്ക് അനുഭവിക്കാം എന്നുള്ളതിന്റെ വിശദീകരണമാണ് അപ്പോസ്തല പ്രവൃത്തികളും ലേഖനങ്ങളും. അപ്പോസ്തല പ്രവൃത്തികളിലാണ് നമ്മൾ കാണുന്ന ആത്മാവ് പ്രാവെന്ന രൂപത്തിൽ, ആത്മാവ് പിളർന്ന നാവെന്ന പോലെ അവരുടെ മേൽ വന്ന് വസിക്കുകയും അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുകയും. അതിനുശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പുരുഷാരത്തോടെ സംസാരിക്കുന്ന ഒരു ഭാഗത്തോടെ നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 37 മുതലുള്ള വാക്യങ്ങൾ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഉത്തരം ഇതാണ്. പത്രോസിന്റെ പ്രസംഗം വായിച്ചു കേട്ടാൽ അതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ആത്മാവ് പ്രവർത്തിക്കുന്നത് വാക്കുകളുടെ വമ്പൻ പ്രയോഗങ്ങളിലല്ല, അത് ആത്മാവിന്റെ ശക്തിയിലാണ്. പത്രോസ് ആത്മാവിൽ നിറഞ്ഞെഴുന്നേറ്റ് എന്ന് പറഞ്ഞതെല്ലാം അവരുടെ ഹൃദയം മുറിച്ച് വേദനയിലൂടെ കടത്തി വിടുകയാണ്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അപ്പോസ്തലനോട് ചോദിക്കുകയാണ്, പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, ഇവിടെ ഉപദേശങ്ങൾ ആരംഭിക്കുകയാണ്, സഭയുടെ ഉപദേശങ്ങൾ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 40-ാം വാക്യം പറയുകയാണ്, മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ 4 കാര്യങ്ങളാണ് പത്രോസ് അവരോട് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവെന്ന ദാനം പ്രാപിക്കുക. 40-ാം വാക്യത്തിൽ പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക, വേർപെടുക. അപ്പൊ 4 കാര്യങ്ങളാണ് പത്രോസ് അവരോട് പറയുന്നത്. അപ്പോൾ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. 41-ാം വാക്യം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. 42-ാമത്തെ വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഇവിടെ 4 കാര്യങ്ങളുണ്ട്. ഇപ്പൊ 4+4 മൊത്തം 8 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 4 കാര്യങ്ങൾ നമ്മൾ എന്നും അതിന്റെ അനുഭവം നമുക്കുണ്ടെങ്കിലും ഒരിക്കലായി ചെയ്യുന്ന കാര്യങ്ങളാണ്. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ആത്മാവിനെ പ്രാപിക്കുക, വേർപെട്ട സമൂഹങ്ങൾ ഉണ്ടാവുക. ഇത് ഒറ്റ പ്രാവശ്യം നടക്കുന്നതാണെങ്കിലും ജീവിതകാലം മുഴുവൻ അതിന്റെ എഫക്റ്റ് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ 42-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്നും നമ്മൾ ആവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുക, കൂട്ടായ്മ ആചരിക്കുക. അത് ഒരിക്കൽ ആചരിച്ചാൽ പോരാ, എല്ലാ ദിവസവും പറ്റുമ്പോഴെല്ലാം ആചരിക്കണം. അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ആവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ 4 കാര്യങ്ങൾ അവരോട് പത്രോസ് പറയുകയും അതിന്റെ കൂടെ വേറെ 4 കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. നമുക്ക് ഈ ഉപദേശങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് 40-ാം വാക്യം പറയുന്നത് വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുക.
അപ്പൊ അപ്പോസ്തല പ്രവൃത്തികൾ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്, ആദ്യത്തെ 4 കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഒന്ന്, ആളുകൾ മാനസാന്തരപ്പെടുന്നു. മറ്റൊന്ന്, സ്നാനപ്പെടുന്നു. 3, അനേകർ ആത്മാവിനെ പ്രാപിക്കുന്നു. 4, വേർപെട്ട സമൂഹങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പൊ നമ്മൾ ഇന്നും ആൾക്കാർ പലരും പറയാറുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ പാർട്ട് 2 നമുക്ക് വേണം. ഇനിയും ആ അപ്പോസ്തലിക കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള കാര്യങ്ങൾ നടക്കണം. ഒക്കെ ശരിയാണ്, ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് ഒന്നേ ഉള്ളൂ. ഇനി പുതിയൊരു പുസ്തകം ബൈബിളിനോട് ചേർക്കാൻ സാധിക്കില്ല. ഇതെല്ലാം നമുക്ക് വേണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഉടനെ അടുത്ത അപ്പോസ്തല പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക അല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. 42-ാം വാക്യം. അടുത്ത തലത്തിലേക്ക് സഭ പോകണം. അതെന്താണ്? റെഗുലർ ചർച്ച് ലിവിങ്, സഭയിലുള്ള പതിവായ ജീവിതം. ആ ജീവിതത്തിൽ 4 കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിച്ചും പോരുക. ഇത് ഡെയിലി എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ ദിവസവും എന്നുള്ള അർത്ഥത്തിലല്ല, നാം തുടർച്ചയായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ 4 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അതിൽ ഒന്നാമത്തെ കാര്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം കഴിഞ്ഞാൽ അടുത്തത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ സഭയ്ക്ക് അടിസ്ഥാനമിടുന്ന അപ്പോസ്തലിക ഉപദേശ രൂപമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ അപ്പോസ്തലിക ഉപദേശ രൂപം നമ്മുടെ വീണ്ടെടുപ്പിന്, വിശുദ്ധീകരണത്തിന്, തേജസ്കരണത്തിന് വളരെ അത്യാവശ്യമാണ്. എല്ലാ സഭകളും ആ അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടേണ്ടവരും ആണ്. അപ്പൊ റോമാലേഖനം മുതൽ യൂദ ലേഖനം വരെ എന്താണ് ഈ അപ്പോസ്തോലിക ഉപദേശം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, സുവിശേഷത്തിൽ ഒരു നീതി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് മാനുഷികമായിട്ട് അസാധ്യമായ ഒരു നീതിയാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ആ നീതി നമുക്ക് വേണ്ടി തന്നെ ദൈവം വെളിപ്പെടുത്തിയതാണ്. നമുക്ക് അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, എന്നാൽ നമ്മളെ കൊണ്ടത് സാധ്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, പാപത്തിന്റെ ബന്ധനത്തിൽ, മരണഭയത്തിന് അടിമകളായിരുന്ന നമുക്ക് നീതി നമുക്ക് സ്വന്തമായി ലഭിക്കുവാൻ കർത്താവിന്റെ കൽപ്പനകളുടെ അനുസരണം, പുതിയ നിയമ കൽപ്പനകളുടെ അനുസരണം നമ്മിൽ വെളിപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന ഉപദേശത്തെയാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 6-ന്റെ 17-ഉം 18-ഉം. ഒരു നിമിഷം ഞാനതെടുക്കാം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ, എന്താണ് അപ്പോസ്തലിക രൂപം, എന്താണ് അപ്പോസ്തലിക ഉപദേശം, എന്താന്ന് തന്നെ പറയുന്നത്? എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ പഠിപ്പിച്ച അപ്പോസ്തോലിക ഉപദേശ രൂപം, അതിനെ ശരിയായ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് നീതിയുടെ ദാസന്മാരായി മാറുന്നു. അപ്പൊ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, ദൈവത്തിന് പ്രസാദകരമായ ഒരു നീതി നമ്മളിൽ കാണപ്പെടണമെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തോലിക ഉപദേശ രൂപം, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നാം പൂർണ്ണ മനസ്സോടെ അനുസരിക്കണം എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ? കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ തന്ന കുറെ കൽപ്പനകളുണ്ട്. ഒന്നും നമുക്ക് അനുസരിക്കാൻ ശാരീരികമായിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? ഒരു ഉപദേശ രൂപത്തെ നമുക്ക് തരുന്നു. ആ ഉപദേശ രൂപത്തെ അനുസരിക്കുമ്പോൾ നമ്മൾ നീതിയുടെ ദാസന്മാരായി മാറും എന്ന് ഇവിടെ പൗലോസ് പറയും. അപ്പോൾ നമ്മൾ നീതിമാന്മാരായി മാറണമെങ്കിൽ, നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ, ദൈവം നമ്മെ വിളിച്ച വിളിയുടെ പെർഫെക്ഷനിൽ എത്തണമെങ്കിൽ നമ്മൾ
അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ആ ഉപദേശ രൂപം, ആ സിസ്റ്റം ഓഫ് ഫെയ്ത്ത്, ആ സിസ്റ്റം ഓഫ് ടീച്ചിങ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരടിസ്ഥാനമായിട്ട് വീഴുന്നു. അതല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കഴിഞ്ഞാൽ ഉടനെ റോമാലേഖനമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റോമാലേഖനത്തിൽ നിന്നും ഈ ഉപദേശ രൂപത്തെ കുറിച്ചുള്ള പഠനം, എന്താണ് ഓരോ വിശ്വാസിയും അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ആ ഉപദേശ രൂപമെന്ന് നമുക്ക് റോമാലേഖനത്തിൽ ചിന്തിക്കാം. റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇൻട്രഡക്ഷൻ ആണ് ആദ്യം കുറെ ഭാഗങ്ങൾ. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ അങ്ങോട്ട് തിരിച്ച് വരാം. എങ്കിലും ഞാൻ വളരെ സ്പീഡിൽ അതിന്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ആ ഉപദേശ രൂപത്തിലേക്ക് പോകാം. ഇവിടെ പൗലോസ് പറയുന്നത്, വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് കണ്ടതുപോലെ, ദൈവം മുൻകൂട്ടി കരുതി വെച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിമഹത്തായ വാഗ്ദത്വങ്ങളോടുകൂടിയുള്ള ഒരു വിളി, പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു രക്ഷ, ആ രക്ഷയുടെ സുവിശേഷകനായിട്ടാണ് പൗലോസിനെ കർത്താവ് വേർതിരിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. സത്യം പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആണ്. ഒരു അപ്പോസിൽ ഹു ഹെറാൾഡ്സ് ദ റിയൽ ഗോസ്പൽ ഈസ് എ സെപ്പറേറ്റഡ് പേഴ്സൺ. അവൻ ഭൂമിയിലുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷം എങ്ങനെ ലോകത്തിലുള്ള മറ്റെല്ലാ ടീച്ചിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കുന്നോ, അതുപോലെ തന്നെ സുവിശേഷം പറയുന്നവനും ലോകത്തിലുള്ള സാധാരണ മനുഷ്യരിൽ നിന്നെല്ലാം സെപ്പറേറ്റഡ് ആണ്, വേർപെടുവിക്കപ്പെട്ടവനാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളല്ല. സുവിശേഷം നമുക്ക് തരുന്നത് ഒരു പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ പ്രത്യേകത ലോകത്തിൽ അത് വേറെ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ്. ജ്ഞാനികൾക്ക് മനസ്സിലാവില്ല, ശാസ്ത്രന്മാർക്ക് മനസ്സിലാവില്ല. അത് ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിലൂടെ അവരുടെ പ്രസംഗം കേട്ടിട്ട് വിശ്വാസം ഉള്ളിൽ ഉണ്ടാകുന്നവർക്ക് മാത്രമേ ഈ ഉപദേശം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എല്ലാ വാക്യങ്ങളും ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം അത് ഒത്തിരി സമയം എടുത്തു മാറ്റും. നമ്മൾ വളരെ പെട്ടെന്ന് ആ ഉപദേശ രൂപം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് പോകാം. 4-ാം വാക്യം പറയുന്നു, നമ്മുടെ കർത്താവായ ദൈവത്തിങ്കൽ നിന്നും, പിതാവായ ദൈവത്തിങ്കൽ നിന്നും, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ കൃപയും സമാധാനവും എന്നുള്ള 2 വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം 5-ാം അധ്യായത്തിൽ ഇത് പിന്നെയും നമുക്ക് ആവശ്യമായിട്ട് വരും. എന്താണ് കൃപ, എന്താണ് സമാധാനം? ദൈവത്തിന്റെ കൃപ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിഷയം. ഹൗ ഡു വി ഫൈറ്റ് ആൻഡ് ഓവർകം സിൻ? അതിന്റെ ഒരു അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ നമ്മൾ ഹൃദയപൂർവ്വം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലോകത്ത് കർത്താവിന്റെ നാമത്തിൽ സ്ഥാപിതമായ എല്ലാ സഭകളിലും ഈ അടിസ്ഥാന ഉപദേശം, അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് കൃപ എന്ന വാക്ക്, ശരിക്കും ഗ്രേസ് എന്ന വാക്ക്, എനിക്ക് ഏറ്റവും ബൈബിളിൽ ഇഷ്ടമുള്ള ഒരു വാക്കായിരുന്നു ഈ ഗ്രേസ് എന്നുള്ള വാക്ക്. ഞാൻ ആന്ധ്രാപ്രദേശിലെ മിനിസ്ട്രി കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ മിനിസ്ട്രി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഗ്രേസ് എന്ന് ചേർത്ത് പേര് തന്നു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഗ്രേസ് എന്നുള്ള വാക്ക് വേറെ ചില ആൾക്കാർ തട്ടിയെടുത്തുന്നു. അവരതിനെ ആകെപ്പാടെ ദുർവിനിയോഗം ചെയ്ത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഷേപ്പിലാക്കി മാറ്റിയിരിക്കുകയാണെന്ന് അന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരും ഇടുന്നില്ല എന്ന് തീരുമാനിച്ചു. ചർച്ചിലും ഒന്നിനും പേരിട്ടിട്ടില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്താണ് കൃപ എന്ന വാക്ക്? ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. സാധാരണഗതിയിൽ നമ്മൾ കൃപ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർഹിക്കാത്ത സ്ഥലത്ത് ദൈവം നമുക്ക് തരുന്ന അംഗീകാരം എന്ന് പറയാൻ വേണ്ടിയാണ്. എന്നാൽ എല്ലാ സമയത്തും കൃപ എന്ന വാക്കിന്റെ അർത്ഥം അതല്ല. ഈ
റോമാലേഖനത്തിൽ പൗലോസ് ആശംസിക്കുന്നത് ആ കൃപയെക്കുറിച്ചല്ല. നമ്മൾ കൃപ എന്ന വാക്കിന്റെ ഈ റോമാലേഖനം 1-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ എല്ലാ ലേഖനങ്ങളുടെ ആമുഖത്തിലുള്ള ഒരു ആശംസയിൽ പറയുന്ന കൃപ എന്താണ് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ വളരെ വ്യക്തമായ ഒരർത്ഥം. അതിങ്ങനെയാണ്: The word became flesh. വചനം ജഡമായി തീർന്നു. And made his dwelling among us. ഞങ്ങളുടെ ഇടയിൽ പാർത്തു. And we have seen his glory. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. The glory as of the only begotten of the Father. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. Full of grace and truth. അങ്ങനെയാണ് ഞങ്ങൾ ആ തേജസ് കണ്ടത്. അപ്പൊ കർത്താവിന്റെ തേജസ് ഇവര് കണ്ടത് യെശയ്യാവ് കണ്ടതുപോലെയല്ല. യെശയ്യാവ് ആ തേജസ് കണ്ടപ്പോൾ അവർ ബോധം കിട്ടി വീഴുമായിരുന്നു. ബോധം കിട്ടി വീഴുന്ന അവസ്ഥയിലേക്ക് പോവായിരുന്നു. കാരണം ഭയപ്പെട്ടു പോവായിരുന്നു. കർത്താവിന്റെ തേജസ് കണ്ടവരാരും ആ ഒരു വല്ലായ്മയുടെ അവസ്ഥയിലേക്ക് പോകാതിരുന്നിട്ടില്ല. കാരണം അത് നമ്മളെ വല്ലാതെ തകർത്ത് കളയുന്ന ഒരു തേജസ്സാണ്. യേശുക്രിസ്തുവിനെ യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് അവൻ കണ്ടു. അത് യേശുക്രിസ്തു ആണെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 12:37 മുതൽ ഇങ്ങനെയാണ്: ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ട് മറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. അപ്പൊ ഈ വാക്യം 53-ാമത്തെ അധ്യായം, യെശയ്യാവിന്റെ 53-ന്റെ തുടക്കമാണ്. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? 39-ാം വാക്യത്തിൽ പറയുകയാണ് അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്. അടുത്ത വാക്യം 40-ാം വാക്യം, അത് 6-ാം അധ്യായത്തിൽ നിന്നാണ്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ വിശ്വസിക്കാത്തത്. 41-ാം വാക്യം പറയാണ് യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കർത്താവ് ആരുടെ തേജസ് കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാവ് ആരുടെ തേജസ് കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ തേജസ് കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ തേജസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തില് വെളിപ്പെട്ട തേജസ്സുമായിട്ട് നമ്മൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ പാപിക്ക് പോയിട്ട് നീതിമാന് പോലും അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. യെശയ്യാവ് അവിടെ പെടുന്ന പാട് നമുക്കറിയാം. യെശയ്യാവ് 5-ാം അധ്യായം വരെ എല്ലാവരും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. ഈ നമ്മൾ പാസ്റ്റർമാർക്ക് ഞങ്ങള് പാസ്റ്റർമാർക്ക് ഒരു സ്വഭാവമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ വെളിയിൽ ആരോടും പറയണ്ട, ഈ പാസ്റ്റർമാരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവര് ഓക്കെ ആയിട്ടുള്ളവരും ഈ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പലവിധമായ പാപങ്ങളാലും ഭാരങ്ങളാലും പ്രയാസപ്പെട്ടിരിക്കുന്നവരും ഇനി ഈ പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടിട്ട് നന്നാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുമാണ് എന്നൊരു ചിന്തയുള്ളൂ. അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവരൊന്നും മര്യാദക്കല്ല ജീവിക്കുന്നത്, ഇവരെ മര്യാദ പഠിപ്പിച്ചേക്കാം. അത് ഈ ദർശനം കാണുന്നവരുണ്ടായിരുന്നുള്ളൂ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടപ്പോൾ, അവന്റെ മഹത്വം ആലയത്തെ നിറച്ചിരിക്കുന്നത് കണ്ടപ്പോൾ,
ദൂതന്മാർ അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ, കാല് കുത്താൻ പറ്റാതെ പറന്നുകൊണ്ടിരിക്കുന്നു. മുഖം കാണിക്കാതെ മുഖം മൂടി, കാല് മൂടി പറന്നുകൊണ്ട്, കർത്താവിനോടൊന്നും പറയാൻ പറ്റാതെ ഹൃദയം വിങ്ങി അവര് മറ്റൊരു ദൂതനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവര് ഒരു പാപവും ചെയ്യാത്ത ദൂതന്മാര് കർത്താവിന് മുമ്പിൽ നോക്കാൻ പറ്റാതെ വെപ്രാളപ്പെടുന്ന അത്ര ഭയങ്കര തേജസ്സിലാണ് കർത്താവ് വസിച്ചിരുന്നത്. അപ്പൊ യെശയ്യാവിന് ഇത് കണ്ടപ്പോ ആകെ വെപ്രാളമായിപ്പോയി. യെശയ്യാവ് അന്നേരമാണ് മനസ്സിലാക്കുന്നത്, എന്റെ ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ പ്രോബ്ലമാണ്, പക്ഷേ ഞാനും അവരെ പോലെ തന്നെ ഒരു പ്രോബ്ലമാണ്. ഞാനും ഒരു പാപിയാണ്, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. അത് യെശയ്യാവിന് കർത്താവിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കർത്താവിന്റെ പെർഫെക്ഷൻ കണ്ടപ്പോഴാണ്, അവന്റെ മഹത്വം കണ്ടപ്പോഴാണ് മനസ്സിലായത്, എത്ര വലിയ തേജസ്സിന് മുമ്പിലാണ് ഞാൻ ജീവിച്ചതെന്നും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതെന്നും അപ്പോഴാണ് യെശയ്യാവിന് മനസ്സിലായത്. എന്നിട്ട് യെശയ്യാവിന് കൊടുക്കുന്ന കാഴ്ച എന്താണെന്നറിയാം? യെശയ്യാവിന് പറയാം, ആർ നമുക്ക് വേണ്ടി പോകും? അപ്പൊ യെശയ്യാവ് ഈ ദൂത് കേട്ടപ്പോ യെശയ്യാവിന്റെ ഉള്ളിൽ തോന്നുകയാണ്, എന്റെ ദൈവമേ, ഇത് ആര് വിശ്വസിക്കും? അപ്പൊ കർത്താവ് പറയാണ്, നീ ചെന്ന് അവരുടെ എല്ലാ ഹൃദയങ്ങളെ അങ്ങ് അടച്ചു കളഞ്ഞേരെ, കാരണം ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റിയല്ല. അത്ര ഭയങ്കര ഒരു ദൂതാണ് യെശയ്യാവിന് കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, 6-ാം അധ്യായം കഴിഞ്ഞ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ആ നാവ് ശുദ്ധീകരിക്കപ്പെട്ടവനായി പാപബോധമുണ്ടായ യെശയ്യാവ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് 7-ാം അധ്യായത്തിലാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഞാനും പാപിയാണ്, എന്റെ ചുറ്റുമുള്ളവരെല്ലാം പാപികളാണ്, പക്ഷെ 9-ാം അധ്യായത്തിൽ പറയാം, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കും, നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും. അത് ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ അവനും പാപിയാണെന്നും ദൈവത്തിന്റെ കൃപ അവൻ ആവശ്യമാണെന്ന് അവന് മനസ്സിലാക്കണം. ഞാനിത് പറയാനുള്ള കാരണം കൃപ എന്ന വാക്ക് വിശദീകരിക്കാൻ വേണ്ടി. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന് 2 തരം തേജസ് അനുഭവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു തേജസ് നമ്മൾ ഇപ്പോൾ കണ്ട യെശയ്യാവിന്റെ പുസ്തകത്തിൽ കണ്ട തേജസ്സാണ്. എന്നാൽ വേറൊരു തേജസ്സും, ആ തേജസ്സാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:14 കാണുന്നത്. അവൻ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സുള്ളവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന്. ആ തേജസ്, ഈ 2 തേജസ്സിനെയും യേശുക്രിസ്തു അവന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ നീ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ അത് നിത്യമായ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് കർത്താവ് ഉപേക്ഷിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ 22-ാം വാക്യത്തിൽ വേറൊരു തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നീ എനിക്ക് തന്നിട്ടുള്ള തേജസ്, മഹത്വം, ഗ്ലോറി, ആൻഡ് ദ ഗ്ലോറി വിച്ച് യു ഹാവ് ഗിവൺ മീ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, ഐ ഹാവ് ഗിവൺ ദം, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് തന്ന ഒരു മഹത്വമുണ്ട്. പിതാവിൽ നിന്ന് ഇനി കർത്താവ് വീണ്ടും തിരിച്ചു വാങ്ങിക്കാൻ പോകുന്ന ഒരു മഹത്വമുണ്ട്. 2 മഹത്വമുണ്ട്. നിത്യനായ ദൈവത്തിന്റെ മഹത്വം അല്ല നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നത് പുത്രന്റെ മഹത്വമാണ്. പുത്രനായി ഈ ഭൂമിയിൽ അവൻ ജീവിച്ച് അവന്റെ അധ്വാനത്താൽ അവൻ നേടിയ മഹത്വമാണ്. അതിന്റെ അവകാശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ക്രൂശിൽ വെച്ച് നടന്ന വലിയൊരു കൈമാറ്റം എന്ന് പറയുന്നത് അവന്റെ മഹത്വവും കൂടിയാണ്. അത് നമ്മൾ ഞായറാഴ്ച വായിച്ച അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ 2 തരം തേജസ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഈ 1:14, യോഹന്നാൻ 1:14 വരുമ്പോഴേക്കും കൃപ എന്ന വാക്ക് അവിടെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണത്. ഞാനത് റഫ് ട്രാൻസ്ലേഷൻ ആണ്, കാരണം പല വേർഷൻസ് ഉള്ളതുകൊണ്ട്. ഇങ്ങനെയാണ്, the word became flesh, വചനം ജഡമായി തീർന്നു,
and made his dwelling among us. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. We have seen his glory. ഞങ്ങൾ അവന്റെ തേജസ്സിനെ കണ്ടു. അടുത്ത സെമിക്കോളൻ. The glory as of the only son of the father. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വര ഹൈഫൻ. ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എങ്ങനെയാണ് കണ്ടത്? കൃപയും സത്യവും നിറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പൊ നമ്മൾ ഇതിനിങ്ങനെയാ കാണുന്നത്. സ്വർഗത്തിലെ എല്ലാ മഹിമകളും ഉണ്ടായിരുന്ന കർത്താവ്, ദൂതന്മാർ പോലും വിറയലോടെ നോക്കിക്കൊണ്ടിരുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മഹത്വം മാറ്റിവെച്ച് പുത്രന്റെ മഹത്വം അണിഞ്ഞാണ് ഭൂമിയിലേക്ക് വന്നത്. ഈ പുത്രന്റെ മഹത്വത്തിന്റെ പ്രത്യേകതയാണ് കൃപ. കൃപ എന്ന വാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിന്റെ യഥാർത്ഥ ഡിക്ഷണറി അർത്ഥം മനോഹരത്വം എന്നാണ്. ബ്യൂട്ടിയാണ്, കാണാനുള്ള ആകർഷകത്വമാണ്. യേശു ക്രിസ്തുവിൽ കൃപ നിറഞ്ഞിരിക്കുവായിരുന്നു. ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ്. അത്ര മനോഹരമായിട്ടിരിക്കുകയായിരുന്നു. ഈ കൃപ എന്ന വാക്കിന് ശരിക്കുമുള്ള അർത്ഥം ലോകത്തിൻ്റെതല്ലാത്തൊരു സൗന്ദര്യം, ആകർഷകത്വം. നമുക്ക് ഈ കൃപയുള്ളവർ സംസാരിച്ച് നമുക്ക് നിർത്തല്ലേ എന്ന് തോന്നും. യേശുക്രിസ്തു 3 ദിവസം സംസാരിച്ച് വിശന്ന് പൊരിഞ്ഞ് വിശ്വാസികളല്ലാത്തവര് ഇരുന്ന് കേൾക്കുക. കർത്താവ് അവരെ ഓർപ്പിക്കേണ്ടൊന്നുമില്ല, കഴിക്കും മക്കളെ പറയേണ്ടി വന്നു. അത്ര കൃപയായിരുന്നു. ഞാനിപ്പോ സംസാരിച്ച 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും എങ്ങനെ ഇത് 1.5 മണിക്കൂർ തീരണം ചില ആൾക്കാരെങ്കിലും ചിന്തിച്ചേക്കാം. കാരണം കൃപ എന്ന് പറയുന്ന ആ ഒരു അട്രാക്ഷൻ, യേശുക്രിസ്തുവിന്റെ കൃപ എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആയിരുന്നു. അവനെ കണ്ടാൽ മതിയാവില്ല, കേട്ടാൽ മതിയാവില്ല. ഹൃദയം തുറന്നവർക്ക്, ആ മഹത്വം ലഭിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവിനെ എത്ര അനുഭവിച്ചാലും മതിയാവും. അതിനാണ് ഈ കൃപ എന്ന വാക്കുകൊണ്ട് മനോഹരത്വമാണ്. നമ്മൾ ചിലപ്പോൾ പറയല്ലേ, എന്ത് കൃപയാ ബ്രദറയാ, എന്തൊരു പാട്ടാ, എന്തോ ഒരു കൃപയാ എന്ന് പറഞ്ഞ്, എന്തോ ഒരു അർഹിക്കാത്ത ദാനമാ ബ്രദറെ എന്നല്ല ചോദിച്ചത്. എന്തു മനോഹരമാണെന്ന്, എന്തുമാത്രം ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതാണെന്നാണ് ആ വാക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 16-ാം വാക്യം യോഹന്നാൻ 1:16 പറയുകയാണ്, അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചു. അപ്പൊ ഓരോ സമയത്തും ഈ കൃപ നമ്മിൽ വർദ്ധിച്ചു വരാം. തേജസ്, ഈ ഭൂമിയിൽ വസിക്കുന്ന യേശുവിനെ നോക്കി നമ്മൾ താമസിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ഉള്ളില് അവന്റെ ആ ബ്യൂട്ടി, അവന്റെ ആ മനോഹരത്വം, അവന്റെ ആ കൃപ നമ്മിൽ വർദ്ധിച്ചു. അതാണ് പൗലോസ് ആശംസിക്കുന്നത്. കൃപ വർദ്ധിച്ചു വരുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ആ കൗണ്ടനൻസ്, ആ മുഖം, ആ മനോഹരത്വം, ആ ആകർഷകത്വം, ഒരു പാപിയായ മനുഷ്യൻ വന്നാലും കർത്താവിനെ വിട്ടുപോകാൻ തോന്നാത്ത, ആ പാപത്തെ എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കാൽക്കൽ തന്നെ ഇരിക്കാൻ തോന്നിപ്പിക്കുമാറുള്ള ആകർഷകത്വം. അപ്പൊ സ്വർഗീയമായ മഹിമയെ വിടുമ്പോൾ ഒരു ദൈവത്തിന്റെ മകൻ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചാൽ അവൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള വെളിപ്പെടുത്തലാണ് കർത്താവ് നടത്തിയത്. ദാറ്റ് വാസ് ഫുൾ ഓഫ് ഗ്രേസ്. ഈ ഗ്രേസ് എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് മനോഹരത്വം എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൺമെറിറ്റഡ് ഫേവർ, അതായത് അർഹതയില്ലാത്ത സ്ഥാനത്തുള്ള ദൈവിക അംഗീകാരം എന്നുള്ള അർത്ഥവും അതിനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വാക്ക് മനസ്സിലാക്കി, കൃപയും സമാധാനം. ഇനി സമാധാനം എന്നുള്ള വാക്ക് കുറച്ചും കൂടി ഒന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. സമാധാനം എന്നുള്ള വാക്ക് ശരിക്കും പീസ്, ശാന്തമായ ഒരു ഹൃദയത്തിന്റെ അവസ്ഥയാണ് പീസ് എന്ന് പറയുന്നത്. ശാന്ത സമുദ്രം, പസഫിക് ഓഷ്യൻ, പീസ് ഓഷ്യൻ, സമാധാനത്തിന്റെ അതൊന്ന് നീണ്ടു കിടക്കുക. എന്ത് സമാധാനം എന്ന് എനിക്കറിയാൻ മേല, പക്ഷെ ഇതിന്റെ പേര് ശാന്ത സമുദ്രം എന്ന്, പീസ്. ടർബലൻസ് ഇല്ലാത്ത ഹൃദയം. കർത്താവിന് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. അവൻ കാൽവരി ക്രൂശിലേക്ക് നടക്കുമ്പോൾ പതറാത്തൊരു ഹൃദയം, ശാന്തമായി. എന്നെ വല്ലതും പിടിച്ചിരുന്നെങ്കിൽ നാട് മുഴുവൻ എന്റെ ശബ്ദം കേട്ടൻ, അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ബട്ട് ക്രൈസ്റ്റ് വാസ് സൈലന്റ്, പെർഫെക്റ്റ്ലി സൈലന്റ്. ആ സൈലൻസ് ആണ് നിശബ്ദമായ ഒരു ഹൃദയം. അത് വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഈ ശാന്തതയുള്ള ഹാർട്ട് എന്ന്. അപ്പൊ പിതാവുമായുള്ള നമ്മുടെ സമാധാനം വർദ്ധിച്ചു വരട്ടെ. പിതാവുമായുള്ള സമാധാനം നമുക്ക് വർദ്ധിച്ചു വരട്ടെ. അവന്റെ കൃപ നമ്മളിൽ വർദ്ധിച്ചു വരട്ടെ. ഇതാണ് പൗലോസ് നടത്തുന്ന ആഹ്വാനം.
അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ മുഖത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശം, അവന്റെ ശബ്ദത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രകാശം, അവന്റെ ആ മനോഹരത്വം നമ്മളിൽ വർദ്ധിച്ചു വരുവാൻ ഈ വാക്യങ്ങൾ ആഹ്വാനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഹ്വാനത്തിന് ശേഷം 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഈ ആദ്യത്തെ 17-18 വാക്യങ്ങളിലുണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ തുടർച്ചയായ കാര്യങ്ങളിലേക്ക് പോകാം. റോമാലേഖനം 5-ാം അധ്യായം 1-5 വാക്യം പറയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുക. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഒരുപോലെ കാണിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്ന അവന്റെ ജഡപ്രകാരമുള്ള ജനനത്തെ നോക്കിയാൽ അവൻ ദാവീദിന്റെ വംശാവലിയിൽ പിറന്നവനാണ്. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനാണെന്ന് അവന്റെ പുനരുത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തവനാണെന്നാണ്. അപ്പൊ ലോകത്തിനു മുമ്പിൽ മുഴുവനും വിശുദ്ധിയുടെ ആത്മാവിനാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പൊ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ പറയുന്ന ഒരു വാക്യമാണ് ഇതിന്റെ 5-ാം വാക്യം. ഈ 6-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും ഇയാൾ ഏത് പറഞ്ഞാലും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുമല്ലോ. സത്യമായിട്ടും 6-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രയോഗമുണ്ട്. 6-ാം വാക്യം, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. ഈ വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഈ ഒരു ഒറ്റ എക്സ്പ്ലനേഷൻ എന്തിനാണ് ഈ റോമാലേഖനം എഴുതിയിരിക്കുന്നത്? ഒരു അതിവിശുദ്ധ വിശ്വാസം എന്താന്ന് പറയാൻ വേണ്ടിയും ആ വിശ്വാസത്തിന് അനുസരണം എങ്ങനെ ഉണ്ടാക്കാം, നീതിയുടെ ദാസന്മാരാക്കി നമ്മളെ എങ്ങനെ മാറ്റാം എന്ന് വെളിപ്പെടുത്താനും വേണ്ടിയാണ് ഈ റോമാലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിന് അനുസരണം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനമാണ്. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അത് പ്രധാനമാകാൻ കാരണം റോമാലേഖനം 16-ാം അധ്യായം, നമ്മുടെ ലാസ്റ്റ് അധ്യായം, അത് അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. 24-ാം വാക്യം, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവിന്റെ കൽപ്പനകള് നമുക്ക് ജഡത്തിൽ വായിച്ചു നോക്കിയാൽ, അത് ബുദ്ധിയിൽ വായിച്ചു നോക്കിയാൽ, ഗിരിപ്രഭാഷണമായാലും ഏത് കൽപ്പനയായാലും നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തും. അപ്പം റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, ആ അനുസരണത്തിലേക്ക് നമുക്ക് നടക്കാൻ നമ്മുടെ എഫേർട്ട് കൊണ്ട് കഴിയില്ല എന്നാണ്. നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല. അതിന് ഒരു അതിവിശുദ്ധ വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. നമ്മള് ഈ റോമാലേഖനത്തിന്റെ 16, 17, 18, 19 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലോകത്ത് ഇന്ന് പ്രചരിച്ചിരിക്കുന്ന 2 തരം വിശ്വാസങ്ങൾ അതവിടെ വ്യക്തമാക്കി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ വിശ്വാസം ഉണ്ടായിട്ട് ആ വിശ്വാസം ഒരു പ്രത്യേക വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരണം ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം എന്താന്നുള്ളതാണ് റോമാലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യം. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഹൗ ടു ഒബേ ദ ലോർഡ്. കർത്താവിനെ എങ്ങനെ നമുക്ക് അനുസരിക്കാൻ പറ്റും? അനുസരിക്കാതെ പറ്റിയല്ല. നമ്മൾ വിചാരിക്കരുത് ഈ ഗിരിപ്രഭാഷണം ഇതെല്ലാം കർത്താവ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞേക്കുന്നതാണ്, നമുക്ക് പറ്റുന്നതൊക്കെ അനുസരിച്ചാൽ മതി, ബാക്കിയുള്ളത് കർത്താവ് അങ്ങ് ക്ഷമിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളിപ്പോ ചുറ്റും നോക്കുമായിരിക്കും ഇതനുസരിച്ച് ആരെങ്കിലും ഉണ്ടോ, ഈ പ്രസംഗിക്കുന്ന ആൾ ഇതൊക്കെ അനുസരിച്ചിട്ടുണ്ടോ എന്ന്. ആ അനുസരണം എങ്ങനെയാണ് ദൈവം നമ്മളോട് ഉരുവാക്കുന്നതെന്ന് ഉള്ള ആ ഒരു മാജിക്കാണ്, ആ ഒരു അത്ഭുതമാണ്, മനുഷ്യ ബുദ്ധിക്ക് അളക്കാൻ പറ്റാത്ത ആ ഒരു അത്ഭുതമാണ് നമ്മൾ ഈ റോമാലേഖനം അപ്പോസ്തലിക ഉപദേശങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത്, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ
വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പൊ ഞങ്ങളുടെ അപ്പോസ്തല ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ, പ്രിയ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അപ്പോസ്തലന്മാർ ഇത്രയും വിലയേറിയ ഒരു ഉപദേശം അവർക്ക് ദൈവം കൊടുത്തിട്ട് അത് ഇന്നത്തെ സഭകൾ പഠിക്കാതെ പോകുന്നു എന്ന് പറയുന്നത് എത്രയോ പരാജയത്തിൽ ജീവിക്കാനൊരു കാരണമാണ്. നമ്മുടെ സഭകളെല്ലാം അനുസരണത്തിൽ പരാജയപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ് പഠിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് അപ്പോസ്റ്റൽസ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തണം, അതിൽ നിങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പം 8-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് കറക്റ്റ് ആണ്. ഇനി അത് അനുസരണമായിട്ട് വരണം. അതെങ്ങനെ വരും? ഓക്കെ, ഇനി കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യങ്ങളല്ല. അത് പൗലോസ് അവിടെ വരാനുള്ള ഉദ്ദേശത്തെക്കുറിച്ചും അവിടെ കൃപാവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷകൾ അനുഭവിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെയാണ്. എന്നാൽ 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇന്ന് ദയവായിട്ട് റോമാലേഖനം 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണേ ഉറങ്ങുന്നതിന് മുമ്പ്. ഇതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ആഴമായിട്ട് നമ്മുടെ ഉള്ളിൽ പതിയും. ഈ അടിസ്ഥാനങ്ങൾ വീണാൽ നമ്മൾ ഒരു കാരണവശാലും കുലുങ്ങി പോവുകയില്ല. കാരണം അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നത്. 14-ാം വാക്യം, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അപ്പൊ സകല മനുഷ്യരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഏത് ജാതിയിലുള്ളവരായാലും മതത്തിലുള്ളവരായാലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ബുദ്ധിയുള്ളവരോടും ബുദ്ധി ഇല്ലാത്തവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പിക്കും. ഈ ഒരു വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. റോമയിൽ ഓൾറെഡി ഒരു സഭയുണ്ട്. ആ സഭയിലെ വിശ്വാസികളോട് ഇനി എന്തിനാ സുവിശേഷം പറയുന്നത്? അവരെല്ലാം ഓൾറെഡി സുവിശേഷം കേട്ടവരല്ലേ? പലപ്പോഴും ആൾക്കാർ ചോദിക്കും ചോദ്യം, ഞങ്ങളോട് എന്തിനാ ബ്രദറെ സുവിശേഷം പറയുന്നത്? ഈ സുവിശേഷം ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടില്ലാത്തവരുടെ അടുത്ത് എന്ന് പറ. പക്ഷേ പൗലോസ് പറയാണ്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. അപ്പം സുവിശേഷം എന്ന് പറയുന്നത് റോമാസഭക്കാർ കേൾക്കാത്തത് കൊണ്ടല്ല, അവരത് പിന്നെയും കേൾക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്. കാരണം പാപത്തിൽ നമ്മളെ രക്ഷിക്കാനുള്ള ശക്തി സുവിശേഷത്തിനുണ്ട്. എന്തുകൊണ്ട് സുവിശേഷം പിന്നെയും പിന്നെയും കേൾക്കണം? എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. കാരണം 16-ാം വാക്യം പറയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നമ്മൾ ഈ 16-17 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സുവിശേഷം പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതുകൊണ്ട് എനിക്ക് ലജ്ജയില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണം കൊണ്ട് യഹൂദനെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന സുവിശേഷം കൊണ്ട് എനിക്ക് യഹൂദനെ രക്ഷിക്കാം, യവനനെ രക്ഷിക്കാം, ബർബരനെ രക്ഷിക്കാം, പഠിച്ചവനെ പണ്ഡിതനെ രക്ഷിക്കാം. ഏതു മനുഷ്യനെ രക്ഷിക്കാനുള്ള ശക്തി സുവിശേഷത്തിനുണ്ട് എന്ന് പൗലോസ് പറയാണ്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ ശക്തി സുവിശേഷത്തിനകത്തുണ്ട്. 17-ാം വാക്യം പറയാണ്, എങ്ങനെ ശക്തി ഉണ്ടായെന്നറിയോ? അതിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ. ദൈവത്തിന്റെ നീതി. അപ്പൊ ഇതുവരെ ഉള്ളതിനകത്തെല്ലാം മനുഷ്യരുടെ നീതിയായിരുന്നു, മനുഷ്യരാൽ സാധിക്കുന്നതായിരുന്നു. എന്നാൽ ഇതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഈ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യം. ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നിങ്ങൾ എത്ര പേര് ഇംഗ്ലീഷ് ബൈബിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പ്രിയ സഹോദരങ്ങൾ, ഇംഗ്ലീഷ് ബൈബിളിനേക്കാളും കറക്റ്റ് ട്രാൻസ്ലേഷൻ ഈ മലയാളം ബൈബിളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കണം, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. അതും ഈ മലയാളം ബൈബിളും ഒരേ ട്രാൻസ്ലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നത് ദൈവത്തിന്റെ നീതി വിശ്വാസം കാരണമായും, ബിക്കോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിനായിക്കൊണ്ടും, വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയും, ഫോർ ഫെയ്ത്ത് വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടപ്പോൾ അത് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയും വിശ്വാസത്തിലൂടെ ആ നീതി നമുക്ക് ലഭിക്കാൻ വേണ്ടിയുമാണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ, കർത്താവിന്റെ സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന നീതി, മനുഷ്യരാൽ അസാധ്യമായ ദൈവത്തിന്റെ നീതി വെളിപ്പെടുമ്പോൾ
നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുന്നു. നീതിയുടെ സുവിശേഷത്തിന്റെ കേൾവി നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാക്കുന്നു. ആ വിശ്വാസം എന്ന പാലത്തിലൂടെ നമ്മൾ നടന്ന് ആ നീതിയെ തന്നെ കൈക്കലാക്കുന്നു. From righteousness there comes a faith, and through that divine faith we get that righteousness. അതൊരു ഭയങ്കര മെക്കാനിസമാണ്. 2 പത്രോസ് 1:1 പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ ശക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കേൾവിയാൽ വിശ്വാസത്തെ ഉളവാക്കാൻ അതിന് കഴിയും. ആ വിശ്വാസത്താൽ മനുഷ്യനെ നീതീകരിക്കാൻ പറ്റുന്ന അതിമഹത്തായ വിശ്വാസത്തിലേക്ക് അവരെ നടത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന്, സുവിശേഷത്തിന് കഴിയും. അപ്പോൾ വിശ്വാസത്തിനാണ് അനുസരണം വരുന്നത്. നമ്മുടെ എല്ലാം വിശ്വാസം കറക്റ്റ് ആണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം എന്നാണ് അപ്പോസ്തലിക ഉപദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 19ഉം 20ഉം വാക്യങ്ങളാണ്. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? ഈ 18ാം വാക്യം മുതൽ റോമാലേഖനത്തിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു ആമുഖമാണ്. എന്താണ് റോമാലേഖനം, എന്താണ് എന്റെ സുവിശേഷം? അപ്പൊ അത് 16ഉം 17ഉം വാക്യങ്ങൾ മാത്രം വായിച്ചാൽ പൗലോസ് പറയുന്ന സുവിശേഷം എന്ന് മനസ്സിലാവും. എന്നാൽ 18ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20ാം വാക്യം വരെ ഒരൊറ്റ തോട്ട് പ്രോസസ് ആണ്, ഒറ്റ കാര്യമാണ് പറയുന്നത്. സുവിശേഷം കേട്ടിട്ടില്ലാത്ത പാപികളുടെ അവസ്ഥ എന്താവും? സുവിശേഷം കേട്ടിട്ട് തള്ളിക്കളഞ്ഞ യഹൂദന്മാരുടെ അവസ്ഥ എന്താവും? സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പാപികളുടെ അവസ്ഥ എന്താവും? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് 1-ാം അധ്യായത്തിന്റെ 18ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 20ാം വാക്യം വരെ എഴുതിയിരിക്കുന്നു, 19ാം വാക്യം വരെ എഴുതി. ഈ 18 മുതലുള്ള വാക്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരാം. 29ാം വാക്യം ഒന്ന് വായിക്കാം. 29. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ആരാണ്? ലോകത്തിലെ മനുഷ്യർ. 29ാം വാക്യം മാത്രമേ ഞാൻ വായിക്കുള്ളൂ. 30ാം വാക്യത്തിലും പാപത്തിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിപ്പോ തൊടുന്നില്ല. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. അപ്പൊ എന്തെല്ലാം ഉണ്ട് അതിനകത്ത്? അത്യാഗ്രഹമുണ്ട്, ദുർബുദ്ധിയുണ്ട്, അനീതിയുണ്ട്, അസൂയയുണ്ട്, കൊലയുണ്ട്, പിണക്കമുണ്ട്, കപടമുണ്ട്, ദുശീലമുണ്ട്. അത്രയോടെ ഇരിക്കട്ടെ. ഇനി അവസാനത്തെ വാക്യം വായിച്ചു നോക്കിയേ, 32. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ചെയ്യുന്നവരാ മരണയോഗ്യർ? നമ്മളിപ്പോ വായിച്ചതാ. അനീതി, ദുഷ്ടത, അതൊക്കെ നമ്മൾ പോട്ടെ, നമ്മൾ നീതിമാന്മാരാണ്, വലിയ ദുഷ്ടത ഒന്നും കാണിക്കാറില്ല. അത്യാഗ്രഹം, അസൂയ, കൊല വേണ്ട, കൊല നമ്മൾ ചെയ്യാറില്ല, പിണക്കം, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടു. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആരുടെയും പിണക്കമുണ്ടോ? മരണയോഗ്യർ. നിങ്ങളെ വീട്ടിൽ ഭാര്യയോടോ ഭർത്താവിനോ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കുകയാണോ? മരണയോഗ്യര്. നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയുണ്ടോ? മരണയോഗ്യരാണ്. ഇത് ആർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്നറിയാമോ? അവർക്ക് വെളിപ്പെട്ടു എന്നാ പറയുന്നത്. അവർക്ക്. ഈ അവരാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ 19, 20 വാക്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അവരെ കുറിച്ച് അവിടെയും പറയുന്നു. നോക്കിയ 19ാം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പോ എന്താണ് ദൈവം വെളിവാക്കിയത്? അവർക്ക്, ലോകത്തിലുള്ള സകലർക്കും. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ കാര്യം പറയുന്നത് കേട്ടോ. സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് ദൈവം എന്തെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്? 20ാം വാക്യം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. 2 കാര്യങ്ങൾ: അവന്റെ നിത്യശക്തി, അവന്റെ ദിവ്യത്വം. ഈ 2 കാര്യങ്ങൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്.
ദൈവത്തിന്റെ നിത്യശക്തി നമ്മൾ എങ്ങനെയാ കാണുന്നത്? പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം. നിത്യശക്തി, ആകാശം അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നമ്മൾ ഈ സൃഷ്ടിയെ നോക്കിയാൽ മതി. ഇതിനെല്ലാം ഉണ്ടാക്കിയ ആൾ, ഇതെല്ലാം ബുദ്ധിയോടെ മെനഞ്ഞയാൾ, ഇതിനെല്ലാം പരിപാലിക്കുന്ന ആൾ തീർച്ചയായിട്ടും ശക്തനായ ദൈവമാണ്. അത് ഈ പ്രകൃതിയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ ശക്തി. മഴ പെയ്യിക്കാനും വെയിൽ തെളിയിക്കാനും ഓക്കെ, അങ്ങനെ എല്ലാം നടത്താനും നമ്മളെ പുലർത്താനും കഴിവുള്ളവനായ ശക്തനായ ഒരു ദൈവം ലോകത്തുള്ള എല്ലാവർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള എല്ലാവർക്കും. എന്നാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്, ബുദ്ധിയില്ലാത്തവന്. ബുദ്ധിയുള്ള എല്ലാവർക്കും ദൈവം ഉണ്ടെന്നും ദൈവം ശക്തനാണെന്നും വെളിപ്പെട്ടിട്ടുണ്ട്. അത് വെളിപ്പെട്ടിരിക്കുന്ന പ്രകൃതിയിലാണ്. എന്നാൽ രണ്ടാമത്തെ വെളിപ്പാട് അവന്റെ ദിവ്യത്വമാണ്. ദിവ്യത്വം, ദിവ്യമായ ഒരു സ്വഭാവം. ആ വെളിപ്പാട് പ്രകൃതി എന്നല്ല വരുന്നത്, ആ വെളിപ്പാട് നമ്മുടെ മനസ്സാണ് വരുന്നത്. അപ്പൊ ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവത്തെ കുറിച്ചുള്ള ഒരു പ്രാഥമിക പാഠം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും രക്ഷപ്പെടുന്നില്ല. പക്ഷെ ഒരു പ്രാഥമിക പാഠം കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൻ ശക്തനായ ദൈവമാണെന്നുള്ളതും അതോടൊപ്പം തന്നെ അവൻ ദിവ്യ സ്വഭാവമുള്ളവനാണെന്നുള്ളതും. അവന്റെ ശക്തിയെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ ദിവ്യ സ്വഭാവത്തെ നമ്മൾ നമ്മുടെ മനസാക്ഷിയിൽ നോക്കിയിട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ മനസാക്ഷി കൊണ്ടറിയാം ഈ തെറ്റ് ചെയ്ത് അയ്യോ ദൈവത്തിന് ഇഷ്ടമല്ല. അത് ഏത് മതത്തിൽപ്പെട്ടവർക്കും അറിയാം. അയ്യോ ദൈവം ശിക്ഷിക്കും, ഓ ദൈവത്തിന് ഇത് ഇഷ്ടമല്ല. നമ്മുടെ മനസാക്ഷി നോക്കുമ്പോൾ അറിയാം ദൈവത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുള്ള ഒരു കോമൺ ഫാക്ടറാണ്. ശക്തനായ ഒരു ദൈവവും അതുപോലെ തന്നെ ദിവ്യമായ സ്വഭാവം ഉണ്ടാകണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മതവും എല്ലായിടത്തും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് പരീക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നീതിയാൽ നമുക്കുണ്ടായ രക്ഷാകരമായ വിശ്വാസമാണോ നമ്മളെ നയിക്കുന്നത്? അതോ ദൈവം ശക്തനാണ്, എന്റെ രോഗങ്ങൾ മാറ്റും, എന്റെ പ്രയാസങ്ങൾ മാറ്റും, എന്റെ ഭാവി അനുഗ്രഹമാക്കും, അത് ശക്തിയുള്ള വിശ്വാസമാണ്? അത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട്. രോഗസൗഖ്യമാക്കുന്ന, വിഘ്നങ്ങളെ മാറ്റുന്ന, ആഹാരം തരുന്ന, ധനം തരുന്ന, ശത്രുക്കളെ ഒതുക്കുന്ന, ഇങ്ങനെ നമ്മളെ ലോകത്തിൽ അനുഗ്രഹിക്കുന്ന ആ ഒരു വിശ്വാസം, അത് സാധിക്കുമോ എന്നുള്ളതല്ല, ആ ഒരു വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ട്. അതുപോലെ നന്നായി ജീവിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്നു, തിന്മയായി ജീവിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് എല്ലാ മതങ്ങളും പറയുന്നു. ഇതൊരു കോമൺ ഫെയ്ത്ത് ആണ്. ഇന്ന് സഭകളിൽ ഈ കോമൺ ഫെയ്ത്തെ കാണാനുള്ളൂ. ദൈവം വിടുവിക്കും ബ്രദറെ, ദൈവം സഹായിക്കും ബ്രദറെ, ഇതേ കേൾക്കാനുള്ളൂ. പക്ഷെ രക്ഷാകരമായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ നീതിയുടെ ദാസന്മാരാക്കുകയും ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത്. ആ ഒരു ഒബീഡിയൻസ് ഉണ്ടാക്കുന്ന ഫെയ്ത്ത്, ആ ഫെയ്ത്ത് വളരെ അപൂർവമാണ്. അത് വചനത്തിന്റെ കേൾവിയാൽ മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വചനത്തിന് വെളിയിൽ, സുവിശേഷത്തിന് വെളിയിൽ ഒരാൾക്കും രക്ഷയില്ല എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നോ വൺ ക്യാൻ ബി സേവ്ഡ് വിത്തൗട്ട് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ജീസസ്, വിത്തൗട്ട് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നീതി ഇല്ലാതെ, അവന്റെ സുവിശേഷം കേൾക്കാതെ, യേശു ക്രിസ്തുവിനാലുള്ള വീണ്ടും ജനനം അനുഭവിക്കാതെ ഒരൊറ്റയാൾക്ക് പോലും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. കാരണം ഹൃദയത്തിൽ ഒരു പിണക്കം ഉണ്ടായാലും അവൻ മരണയോഗ്യനാണ്. അതുകൊണ്ട് കർത്താവ് അവനെ രക്ഷിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ പറയുന്നത് പാപത്തിന്റെ ചില സ്വഭാവങ്ങളെ കുറിച്ചാണ്. പാപത്തിന്റെ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ചില പാപം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ മനസ്സിലാകുന്ന പാപങ്ങളാണ്. ചില നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനം. നമുക്ക് ഒന്ന് വിശദീകരിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ, അതായത് നമ്മള് ഈ ഓറഞ്ച് ഒക്കെ കഴിക്കുമ്പോൾ, ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ആൾക്കാരിങ്ങനെ, ഞങ്ങളുടെ പേരൻസ് ഒക്കെ പറയുമായിരുന്നു, ഓറഞ്ച് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം, അതിന്റെ കുരു വയറ്റി പോയാൽ അത് വയറ്റി കിടന്ന് വളർന്ന് ഒരു ഓറഞ്ച് മരമായി. നിങ്ങളിത് കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഈ കുരു വയറ്റി കിടന്ന ഓറഞ്ച് മരം ഇങ്ങനെ നമുക്കൊരു മനുഷ്യർക്ക് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആദമിന് അങ്ങനെ സംഭവിച്ചു എന്ന് അനുമാനിച്ചു നോക്കി. പാപം എങ്ങനെ ഉണ്ടായത്? ആദമിനോട് കർത്താവ് പറയാണ്, തോട്ടത്തിന്റെ നടുവിലുള്ള ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അവനത് തിന്നു.
തിന്നപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിച്ചോ, അത് വയറ്റിനകത്തോട്ട് ചെന്നപ്പോൾ മരം ഉണ്ടായി വന്നു. പാപം എന്ന പേരുള്ള ഒരു മരം. നമുക്കറിയാം ഏത് മരവും ഫലം പുറപ്പെടുവിക്കും, നല്ല മരമാണെങ്കിൽ. കാരണം ഫലമാണല്ലോ തിന്നത്. അപ്പൊ ആ ഫലം പുറപ്പെടുവിക്കുന്ന മരം തന്നെ ഉണ്ടാകുന്നു. ആ മരത്തിനൊരു വേരും ഒരു ട്രങ്കും പിന്നെ അതിന് ഫലങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ഒരു മരത്തെ തിരിച്ചറിയുന്നതിന്റെ ഫലം കൊണ്ടാണ്. അപ്പൊ നമ്മളിൽ പാപം എന്ന മരം ഉണ്ടായിട്ട് ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുന്നത് ഈ ഫലം കാണുമ്പോഴാണ്. ഉദാഹരണത്തിന് നമ്മുടെ പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ സാധാരണ നടക്കുന്ന ഒരു സംഭവം ഞാൻ പറയും. കർത്തൃമേശ എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് പാസ്റ്റർ പറയും, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ശോധന ചെയ്യും. കാരണം ഈ ശോധന ചെയ്യാതെ കഴിച്ചാൽ തട്ടിപ്പോകുന്നൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, രോഗവും വന്ന് കിടപ്പായി പോകുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്നേരം ശോധന ചെയ്ത് കരഞ്ഞ്, കർത്താവേ ഞാൻ ഇത്രയൊക്കെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് വളരെ സങ്കടത്തോടെ പോയി കർത്തൃമേശ എടുക്കും. അടുത്ത് കഴിയുന്ന കുറെ നേരത്തേക്ക് ഒരു ഭയങ്കര വെയിറ്റ് ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഞാനിത് പണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു കർത്തൃമേശയൊക്കെ എടുത്തിട്ട് അങ്ങ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഇപ്പൊ കർത്താവ് വന്ന സ്വർഗത്തിൽ പോകും, അത്ര ഭയങ്കര കോൺഫിഡൻസ്. പക്ഷെ ഒരു പ്രോബ്ലം എന്നറിയോ, ഈ ശോധന ചെയ്യാൻ നേരത്തെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിൽ വളർന്നു വരുന്ന ഈ ഫലം, ഈ മരത്തിന്റെ പഴങ്ങൾ, അതിലുണ്ടാകുന്ന കുറെ പഴങ്ങൾ പറിച്ചു കളഞ്ഞതേ ഉള്ളൂ ഞാൻ. ആ മരം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഏറിയ പങ്ക് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത് ഈ ഫലം പറിച്ചു കളയുന്നതിന്. സഹോദരനോട് പിണങ്ങിയിരിക്കുന്നുണ്ട്, പിണക്കം, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇനി പിണങ്ങത്തില്ല, ഞാൻ അസൂയ കാണിക്കില്ല, ഞാൻ ഇനി ആരോടും വഴക്കുണ്ടാക്കില്ല, എന്നോട് ക്ഷമിക്കണേ, ഞാൻ വളരെ മോശമാണ്, ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നില്ല. ഓക്കെ, എല്ലാ പഴങ്ങളും പറിച്ചു കളഞ്ഞ് ക്ലീനായി. പക്ഷെ നിങ്ങൾക്കറിയാം, അടുത്ത കർത്തൃമേശ വരുന്നതിന് മുമ്പ് ഈ മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇതേ ഫലങ്ങൾ തന്നെ, അല്ലെങ്കിൽ വേറെ കുറെ ഫലങ്ങൾ കൃത്യമായിട്ടുണ്ടായി. കാരണം പാപത്തോട് പോരാടുമ്പോൾ നമ്മൾ പുറമെ ഫലം പറിച്ചു കളഞ്ഞുള്ള ഒരൊറ്റ പോരാട്ടം മാത്രം നടത്തുന്നു. അതുകൊണ്ട് പിന്നെയും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ പഴയ മനുഷ്യരാവും. ചില ആൾക്കാർ കാത്തിരിക്കും ഈ കർത്തൃമേശ കഴിഞ്ഞ് 3 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട്, ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്നൊരു വ്രതം എടുത്ത് 40 ദിവസമൊക്കെ വ്രതം എടുക്കും, ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ ജീവിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് ഒരു തകർക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു തിങ്കളാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് നോർമൽ ആകുന്നു, ഒരു കോമൺ മാൻ ആകുന്നു. അതുവരെ ഒരു ഭക്തിയുടെ ഒരു വല്ലാത്തൊരു ഹെഡി ഫീലിംഗ് ഉണ്ട്. അത് ഈ ഫലം പറിച്ചു കളയുന്നതുകൊണ്ടാണ്. ഈ ഫലം പറിച്ചു കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം താൽക്കാലികമാണ്. കാരണം മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അതേ ഫലങ്ങളുണ്ട്. അപ്പൊ ആദമിന്റെ സന്തതികള് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മരം മുറിച്ചു കളഞ്ഞാലും പോരാ. ആ മരം മുറിച്ചു കളഞ്ഞാൽ മരത്തിന്റെ സ്ഥാനത്ത് വേറെ മരം ഉണ്ടായിരുന്നു. വേരോടെ അത് പിഴുതു കളയണം, എങ്കിലേ ആ പാപത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. വേരെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പ്രവൃത്തികൾ മനസ്സിലാവും, മറ്റുള്ളവർക്ക് തന്നെ മനസ്സിലാവും, നാട്ടുകാർക്ക് തന്നെ മനസ്സിലാവും. പ്രവൃത്തികൾ മോശമായ, ചിന്തകൾ മോശമായാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും ചിന്തകൾ മോശമായ. അപ്പോ ചിന്തകൾ വരെ എനിക്ക് പിടിക്കാം. അയ്യോ മോശം ചിന്ത വന്നല്ലോ, അയ്യോ മോശം പ്രവൃത്തി വന്നല്ലോ. പക്ഷെ ഈ മോശം ചിന്ത എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ടാണ് ഞാൻ എത്ര അടക്കി വെച്ചിട്ട് ഈ മോശം ചിന്ത വരുന്നറിയോ? ആ മരം വെട്ടിക്കളഞ്ഞാലും അതിന്റെ കുറ്റി, അതിന്റെ വേര്, നമ്മുടെ ആ പഴയ പ്രകൃതം അത് അങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏത് മനുഷ്യനും പാപത്തിന്റെ അടിമയായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, ജീവിക്കുന്നത്. ഒരു മനുഷ്യനും അതിന് എക്സെപ്ഷൻ അല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം.
പാപത്തിന്റെ ഒന്നാമത്തെ തലം, നമ്മൾ ആദ്യം കാണുന്ന പെരിഫറിയിൽ കാണുന്ന തലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അത് കുറച്ചും കൂടി ഒന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്. അത് അത്രയും നമുക്ക് കുറച്ചൊക്കെ പരിഹരിക്കാം. കാരണം നമുക്ക് അറിയാമല്ലോ ഈ ചിന്ത വരുന്നുണ്ട്, അയ്യോ ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു ബാഡ് ചിന്ത വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവേ സ്തോത്രം സ്തോത്രം ദൈവമേ എന്ന് പറയുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ചിന്തയാണ്. ഈ റോമാലേഖനം 1-ാം അധ്യായം പറയുന്നത് ഈ പാപം എന്ന മരം വളരാനുള്ള കാരണം ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാൽ ഈ പാപം എന്ന മരം മുറിഞ്ഞു പോകും. പക്ഷെ പിന്നെ ഉണ്ടായി വരും. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഒരാളെ കാണുന്ന ഒട്ടും ഇഷ്ടമില്ല, അയാൾ എന്നോട് ഭയങ്കര മോശമായിട്ട് പെരുമാറ്റുള്ള ആളാണ്. അപ്പൊ ഞാൻ ആളുടെ മുമ്പിലോട്ട് വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഉടനെ എന്റെ മനസ്സിൽ പറയാം, കർത്താവേ സ്തോത്രം, ഞാൻ ആ മനുഷ്യനെ ഓർത്ത് നിന്നെ സ്തോത്രം ചെയ്യുന്നു, ഇങ്ങനൊരു ശത്രുവിനെ നീ എനിക്ക് ഏൽപ്പിച്ചു തന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ഇവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിന്റെ സ്വഭാവം കിട്ടുമല്ലോ, നന്ദി കർത്താവിനോട് ക്ഷമിക്കുവാൻ നീ എന്നെ സഹായിക്കണം, നീ അവനെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവനോടുള്ള വിരോധം അങ്ങ് അലിഞ്ഞ്. പക്ഷെ കുറെ കഴിയുമ്പോൾ പിന്നെ അതേ വികാരം ഉണ്ടായിരുന്നു. കാരണം മരത്തെ പറിച്ചു കളയാൻ നമുക്ക് പറ്റും. വേദപുസ്തകം പറയുന്നത് നമ്മൾ ചിന്തിച്ച് മോശമാകുന്നതല്ല, നമ്മൾ മോശമായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. ചിന്തകൾ നന്നാക്കാൻ നമ്മൾ വിചാരിച്ച പറ്റിയല്ല. കാരണം അത് നമ്മുടെ വളരെ മോശമായ പാപപ്രകൃതത്തിൽ നിന്നാണ് ആ ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം പ്രകൃതിയിലുള്ള മുഴുവൻ മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ കോപം, അനുസരണം കെട്ടവരുടെ മേലുള്ള ദൈവ കോപത്തിന്റെ വെളിപ്പെടുത്തലാണ് റോമാലേഖനം 1-ാം അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കതിൽ 1-2-3 വാക്യങ്ങൾ കൂടി ഇതിനിടയിൽ വായിക്കാനുണ്ട്. 18-ാം വാക്യം പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ആ വേവിൽ പോകേണ്ടവരാണ്. കാരണം നമുക്കൊണ്ട് പിണക്കോ അസൂയം കുശുമ്പോ അല്ല. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് കരുണ തോന്നി. അതെങ്ങനെയാണെന്നാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, 21-ാം വാക്യത്തിൽ കാരണം പറയുന്നുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 23-ാം വാക്യം പറയാണ്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമാക്കി മാറ്റിക്കളഞ്ഞു. നമുക്ക് എന്തായാലും നാൽക്കാലി ഇഴജാതി ഒന്നും പ്രശ്നമല്ലെങ്കിലും പലപ്പോഴും നമുക്ക് മനുഷ്യരുടെ ഒരു ഇമേജ് ആക്കി ദൈവത്തെ മാറ്റുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ദൈവം ചിന്തിക്കും. നമ്മുടെ വിചാരം മനുഷ്യന്റെ ചിന്തകളുള്ള ഒരാളല്ല ദൈവം, മനുഷ്യനെ പോലെയുമല്ല. ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകളെക്കാളും വളരെ ഉന്നതമായതും ഉയർന്നതുമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, ക്ഷയമുള്ളതിലേക്ക് അവർ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ തേജസ് ഒരിക്കലും ക്ഷയിക്കാത്തതും എന്നേക്ക് നിലനിൽക്കുന്നതുമാണ്. എന്നാൽ മനുഷ്യർ എന്ത് ചെയ്തു? ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും അവരെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യർക്ക് മഹത്വം കൊടുക്കുകയും സൃഷ്ടിയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായി. അത് ഇരുണ്ടുപോയ ഹൃദയത്തിന്റെ ലക്ഷണമാണ്. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള വിഗ്രഹാരാധനകളുടെ പല രൂപങ്ങളുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് ആത്മാവ് അവനോട് സംസാരിക്കാതായി കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി. അപ്പൊ ആ സൂര്യൻ ഇങ്ങനെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു. അപ്പൊ ഇവന് തോന്നി, ഓ, ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ സൂര്യൻ ആകാശത്തോടെ പോവാ, ദൈവമായിരിക്കും ഇങ്ങനെ പോകുന്നത്. അപ്പൊ കുറെ പേര് സൂര്യനെ ദൈവം എന്ന് വിളിച്ചു. അപ്പൊ വേറെ കുറെ ആൾക്കാർ പറഞ്ഞു, ഈ സൂര്യൻ ഭയങ്കര ചൂടാ, ഇത്ര ശല്യക്കാരനാണ്, ഞങ്ങളുടെ ചന്ദ്രനാണ് കുറച്ചുകൂടെ സോഫ്റ്റ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചന്ദ്രൻ മതി. ഇങ്ങനെ കാണുന്നതും നോക്കുന്നതും അറിയുന്നതും എല്ലാം ദൈവങ്ങളായി മാറി. കാരണം അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ശക്തനായ ദൈവം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്നതിന് പകരം അവന്റെ ഒരു സൃഷ്ടിയായ സൂര്യനെ നോക്കി അല്ലെങ്കിൽ ഒരു പാമ്പിനെ നോക്കി പറഞ്ഞു, ശക്തനായ ആ ദൈവത്തിന്റെ ശക്തി ഇതുങ്ങൾക്ക് കൊടുത്തു. നമുക്കൊരു വലിയ കുഴപ്പമുണ്ട് പെന്തക്കോസ്തുകാർക്ക്. എന്താണെന്നറിയാം? പിശാചിന് ശക്തി കൊടുത്തു കളിയിടയ്ക്കിടയ്ക്ക്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോന്ന് അറിയത്തില്ല. നിങ്ങൾ എത്ര പേര് പറയും, ബ്രദറെ പിശാചിന് ഭയങ്കര ശക്തിയാട്ടോ, പറഞ്ഞേക്കരുത്. അവനത് കേൾക്കാൻ നോക്കിയിരിക്കുക.
ബലവും ധനവും ശക്തിയും ബഹുമാനവും സ്വീകരിപ്പാൻ കുഞ്ഞാടല്ലാതെ വേറെ ആരും ഉണ്ടാകരുത്. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു എന്ന് പറയുന്ന ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പൊ ഇടയ്ക്ക് ഇത് പിശാചിന് ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പിശാചിനോട് ഒരു മഹത്വം കൊടുക്കുക. ആ പിശാചിന് ഭയങ്കര സന്തോഷം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു കുട്ടി പിശാചിൽ നിന്ന് വേറെ കുട്ടി പിശാചിന് ഇങ്ങനെ പറയുമായിരിക്കും, എടാ എനിക്ക് ഭയങ്കര ശക്തിയാ. എങ്ങനെ മനസ്സിലായി? അവിടെ ആൾക്കാർ പറയുന്നു ഭയങ്കര ശക്തിയാന്ന് പറയും. നീ ശക്തിയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നേക്കരുത്. കാൽവരി ക്രൂശിൽ അവൻ നമ്മെ തകർത്ത് തരിപ്പണമാക്കി തല ചതച്ചിട്ടിരിക്കുന്ന എല്ലടാ. പെന്തക്കോസിലെ ആൾക്കാർ പറയും നമുക്ക് ഭയങ്കര ശക്തിയാന്ന്. ഇന്ന് പെന്തക്കോസുകാരാണ് പിശാചിന് ശക്തി കൊടുക്കുന്നത്. ബൈബിള് പറയുന്ന അവന്റെ ശക്തിയെ ഭയപ്പെടാനല്ല, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിവുള്ളവരാകണമെന്ന്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ശക്തിയും ബലവും ബഹുമാനവും മനുഷ്യർക്കും ദൈവത്തിന്റെ സൃഷ്ടിക്കും കൊടുക്കുന്ന മനുഷ്യന്റെ സ്വാഭാവികമായൊരു പ്രകൃതമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇടയിൽ തന്നെ പ്രോഫറ്റ്സ്, അഭിഷിക്തന്മാരെന്ന് വിളിക്കുന്ന ഒരു വർഗം, അല്ലെങ്കിൽ നല്ല ഗ്ലാമർ ഉള്ള ആൾക്കാർ, നല്ല പ്രസംഗകര്, ദൈവത്തിനല്ല മഹത്വം കൊടുക്കുന്നത്, ഈ മനുഷ്യർക്കാ. അവരുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവർ. ഇതെല്ലാം നമ്മളെ ജഡീക സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നവരാ. കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പം പൗലോസ് പറയുന്നത്, പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ഇങ്ങനെ മനുഷ്യർക്ക് മാനം കൊടുത്ത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കെ അവന് മാനം കൊടുക്കാതെ മനുഷ്യരെ നോക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ ജഡീകന്മാരാണ്. നിങ്ങൾക്ക് കട്ടിയാഹാരം കഴിക്കാൻ പറ്റില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താത്തവർക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പാപത്തിന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ വഴിയാണ്. അതാണ് ആരാധനയിൽ വിടുതലുണ്ടെന്ന് പറയാൻ കാരണം. ആരാധനയിലെ വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവന്റെ രാജത്വത്തിലേക്ക് നമ്മൾ അവനെ ഉയർത്തുമ്പോൾ നമ്മുടെ രാജത്വം ഇല്ലാതാകുന്നതാണ് ശരിക്കുമുള്ള വിടുതൽ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഉദാഹരണത്തിന് നല്ല മഴയാന്ന് വിചാരിച്ചു, മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കൊടയുമില്ല, ഒന്നുമില്ല. നമ്മുടെ എന്തൊരു മഴ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉള്ളിലെ കർത്താവേ നീ രാജാവായിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ മഴയോടുള്ള വൈരാഗ്യം അങ്ങ് പോകും. നമ്മൾ ആളുകളെ ഓർത്ത്, വീട്ടുകാരെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ, മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്, ഇന്ന് ഭാര്യയെ ഓർത്ത്, കർത്താവ് ഈ ഭാര്യയെ തന്നെ നീ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ തന്നെ അവനെ പറഞ്ഞു, മ്യൂട്ടല്ലേ, കൊണ്ട് കുഴപ്പമില്ല. ആ ഭാര്യയോട് എന്തേലും കൈപ്പണ്ടത് അങ്ങ് അലിഞ്ഞു പോകും. കാരണം കർത്താവ് തന്നല്ലേ. മക്കളും മഹാതല്ലിപ്പള്ളികളാണെങ്കിലും അവരെ നോക്കി ഒന്ന് പറഞ്ഞു നോക്കി, കർത്താവ് ഇതേ മക്കളെ തന്നെ എനിക്ക് തന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു പറയുമ്പോൾ മക്കളോട് സ്നേഹമുള്ളവരുണ്ടോ? അപ്പൊ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും തോറും നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് അടുത്തടുത്തടുത്ത് വരും. അതുകൊണ്ടാണ് അവനെ ആരാധിക്കാൻ പറയുന്നത്. അല്ല അവൻ ആരാധന ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നതുകൊണ്ടല്ല. നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത് തന്നെ അവനെ മഹത്വപ്പെടുത്തുന്നതിലാണ് ഇരിക്കുന്നത്. കാരണം അവനെ നമ്മൾ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തുന്നവരോ മറ്റു മനുഷ്യരെ ഉയർത്തുന്നവരായിട്ട് മാറും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അപകടകരമായ കാര്യം. അതുകൊണ്ട് നാം ദൈവത്തെ ഉയർത്തിയേ പറ്റൂ. സത്യദൈവത്തെ ക്രിസ്തുവിലൂടെ ആരാധിക്കുന്നവർക്കേ വിടുതലുള്ളൂ. ആ വിടുതൽ എന്ന് പറയുന്നത് നമ്മൾ കൈയടിക്കുമ്പം തോന്നുന്ന വിയർത്തിട്ട് തോന്നുന്ന ഒരു അനുഭൂതിയല്ല. എന്റെ രാജത്വത്തെ ഞാൻ അവന്റെ കാൽക്കൽ വെച്ചിട്ട് അവന്റെ രാജത്വത്തെയും അവന്റെ ഭരണത്തെയും അവന്റെ മഹത്വത്തെയും അവന്റെ ശക്തിയെയും ഉയർത്തുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. ഓ ലോർഡ്, യു അലോൺ ആർ വർതി, യു അലോൺ ആർ സ്ട്രോങ്, ആൻഡ് ഐ അസ്ക്രൈബ് യുവർ മജസ്റ്റി ഓൾ ഗ്ലോറി. അതാണ് ആരാധന. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവസാനം പറഞ്ഞ പാപത്തിന്റെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ നരകത്തിൽ പോകേണ്ടവർ തന്നെയാണ്, മരണയോഗ്യരാണ്. അത്യാഗ്രഹം, അസൂയ, പിണക്കം, അതിനകത്ത് എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ വളരെ ലാഘവത്തോടെ തള്ളിക്കളയുന്നതാണ്. എന്നാൽ കർത്താവ് പറയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും, ദൈവത്തിന്റെ ന്യായമാണ് ഇവരെല്ലാം പറക്കി നരകത്തിൽ ഇടുക എന്നുള്ളത്. അത് ലോകത്തിൽ അറിഞ്ഞിട്ടും അവരത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. കാരണം അവരുടെ ഹൃദയം കുരുടായി പോയി. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. ഈ റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഒരു വലിയ കോൺട്രവേഴ്സ്യൽ ചോദ്യം നമ്മൾ അടുത്ത ദിവസമാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അവർ രക്ഷപ്പെടുവോ? നമുക്ക് 1-ാം അധ്യായം വായിക്കാം, അതിനുശേഷം 2-ാം അധ്യായം കൂടെ വായിച്ചുകൊണ്ട് വരാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ അവന്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീതിയുടെ ദാസന്മാരായി
പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ മക്കളായി നമുക്ക് മാറുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുവാൻ, ഒരിക്കലും ഇളകാത്ത അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടിസ്ഥാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുവാൻ, അത് ഞങ്ങൾക്ക് വിടുതലിനും വീണ്ടെടുപ്പിനും നീതീകരണത്തിനും ശുദ്ധീകരണത്തിനും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനും ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.